നാമും ഒരു ദിവസം ഈ മൺശരീരം വിട്ടു പോകുമെങ്കിൽ, ഈ മായയായിരിക്കുന്ന ലോകത്തുനിന്ന് നമ്മൾ മാറ്റപ്പെടുമെങ്കിൽ, മായയല്ലാത്തതും എന്നേക്കും സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതുമായിരിക്കുന്ന രണ്ട് രാജ്യം ഈ ഭൂമിയുടെ അപ്പുറം ലോകാവസാനത്തിന് ശേഷമുണ്ട്. ഒന്ന്, എന്നേക്കും നിലനിൽക്കുന്നതും സന്തോഷത്തിന്റെ മകുടവുമായിരിക്കുന്ന ദൈവത്തോടു കൂടിയുള്ള സ്വർഗീയവാസം. രണ്ട്, പിശാചിനും അവരുടെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ നരകാഗ്നിയിലേക്ക് ഒരിക്കലും മാറ്റമില്ലാത്ത നിത്യ നരകമായിരിക്കുന്ന അനുഭവങ്ങള്. പ്രിയപ്പെട്ട, ഈ രണ്ട് അനുഭവങ്ങൾ മാത്രമാണ് നിത്യമായിട്ടുള്ളത് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിന്. ഈ ഭൂമി നിത്യമല്ല, അത് മായ്ക്കപ്പെടുന്നതാണ്. കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം ഒരു ദിവസം അപ്രത്യക്ഷമാകുമെങ്കിലും പ്രിയപ്പെട്ടവരെ, സമ്പത്തിൽ ഉന്നതഭാവം കാണിക്കുന്നവരൊക്കെ, സമ്പത്തിൽ പ്രശംസിക്കുന്നവരൊക്കെയും അതേ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എന്താണ് ഇല്ലാതെയായിട്ട് തീരുമ്പോൾ നിന്നാപാത്രമായിട്ട് തീരും. സൗന്ദര്യത്തിൽ അഹങ്കരിച്ചവരൊക്കെയും സൗന്ദര്യം മാറിപ്പോകുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നാപാത്രമായിട്ട് തീരും. ആരോഗ്യത്തിൽ അഹങ്കരിച്ചവരൊക്കെയും അവന്റെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്താണ് നിന്നാപാത്രമായിട്ട് തീരും. പ്രിയപ്പെട്ട, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും അനവധി പേരുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടെത്തിയതാണ്. എന്നാൽ ഒരിക്കലും നിന്ദിക്കപ്പെടാത്തതും ഒന്നേക്കും നിലനിൽക്കുന്നതുമായിരിക്കുന്ന യേശുക്രിസ്തുവിനോട് കൂടെ നമ്മൾ സമർപ്പിക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം നിത്യമായതും എന്നേക്കും നിലനിൽക്കുന്നതുമായിരിക്കുന്ന നിത്യരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും.